ഹലോ ഗായ്സ്, കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര അതിരപ്പള്ളിക്കടുത്തുള്ള ഏഴാറ്റുമുഖത്തേക്കാണ്. ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് താണ്ടി വേണം നമുക്ക് ഏഴാറ്റുമുഖത്ത് എത്തിച്ചേരാൻ. നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിച്ചത് അങ്കമാലിയിൽ നിന്നും മൂക്കന്നൂർ വഴിയാണ് ഏഴാറ്റുമുഖത്തേക്ക് നമ്മൾ പോകുന്നത്. ഈ കാണുന്നത് മുഴുവൻ എണ്ണപ്പനത്തോട്ടങ്ങളാണ്. നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് വശത്തും നമുക്ക് എണ്ണപ്പനത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ യാത്ര അങ്ങ് ആരംഭിക്കുമല്ലേ? പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. കാരണം നമ്മളൊരു പുതിയ ചാനലായതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാണുന്നതാണ് ഏഴാറ്റുമുഖത്തേക്കുള്ള വഴി. ഇവിടെ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് അങ്ങ് പോകാം. ഈ കാണുന്നതാണ് ഏഴാറ്റുമുഖത്തെ പ്രകൃതി ഗ്രാമം എന്ന ബോർഡ് ഇരിക്കുന്ന മെയിൻ എൻട്രൻസ്. ഇവിടെ ഇടത് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടറും ഉണ്ട്. അവിടെ നമുക്ക് പ്രവേശന സമയം 9 to 5 എന്നാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. വെൽക്കം ടു പ്രകൃതി ഗ്രാമം. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട്. ഇവിടെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സുരക്ഷിതമായി വാഹനങ്ങൾ ലോക്ക് ചെയ്ത് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. കാരണം ഇവിടെ കുരങ്ങൻ്റെ ശല്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനങ്ങൾ ലോക്ക് ചെയ്യല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇവിടെ തുമ്പൂർമുഴി ഗാർഡൻ, റിവർ വ്യൂ, ഹാങ്ങിങ് ബ്രിഡ്ജ് അങ്ങനെ പലതും കാണാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ വ്യൂ കാണാൻ മേളിലേക്ക് കയറി ചെല്ലാൻ. ഇത് നല്ല പടിക്കെട്ടായി ഉണ്ടാക്കിയിരിക്കുന്ന നല്ലൊരു വ്യൂ പോയിൻ്റ് ഏരിയയാണ്. അതിമനോഹരമായ ഇരിപ്പിടങ്ങളാണ് ഇവരിവിടെ നമുക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ തന്നെ വളരെ മനോഹരമാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാം ട്രീസിൻ്റെ ഒരു വ്യൂവും അതുപോലെ തന്നെ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ റിവറിൻ്റെ ഒരു ചെറിയൊരു വ്യൂവും കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് പാർക്കിലേക്കാണ്. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വലത് സൈഡിലായിട്ടാണ് പാർക്ക് വരുന്നത്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് കളി ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഊഞ്ഞാലുകളുണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനുള്ള നല്ല ഇരിപ്പിടങ്ങളുണ്ട്, ഏറുമാടങ്ങളുണ്ട്, നടക്കാനുള്ള നല്ല നടപ്പാതകളുണ്ട്. അതുപോലെ തന്നെ പുഴയുടെ അടുത്ത് പോയി നല്ലൊരു വ്യൂ കിട്ടുന്ന സ്പോട്ടുമുണ്ട്. ഏറുമാടം ഇപ്പോൾ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള പ്രവേശനം അനുവദിക്കുന്നതല്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കപ്പിൾസ് വന്ന് അവർക്ക് വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് കൂടിയാട്ടോ നമ്മുടെ ഈ ഏഴാറ്റുമുഖത്തുള്ള ഈ ഗാർഡൻ്റെ ഏരിയ. അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഡ്രസ്സ് മാറാനുള്ള ഡ്രസ്സിങ് റൂമും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേറെയും അവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ താഴെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. ഈ കാണുന്നതാട്ടെ ഏറുമാടം. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശനമില്ല, കാരണം ഏറുമാടം മെയിൻ്റനൻസിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് നടപ്പാതകളുണ്ട്. നമുക്ക് കപ്പിൾസായിട്ട് വന്നു വരുന്ന ആൾക്കാർക്ക് നടക്കാനും വർത്തമാനം പറയാനും പറ്റുന്ന ഒരു കിടില സ്പോട്ടാട്ടോ. പുഴയിലൊക്കെ മഴയില്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാട്ടോ. പക്ഷേ ഈ കാണുന്ന കനാല് പോലത്തെ ഇവിടെയൊക്കെ വെള്ളം ഒഴുകുന്നുമുണ്ട്. പക്ഷേ കുട്ടികളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളി ഉപകരണങ്ങൾ ഇവിടെയുണ്ട്. ഈ കാണുന്നതൊക്കെ നല്ലൊരു പുഴയുടെ വ്യൂ കിട്ടുന്ന സ്പോട്ടാട്ടോ. ഒരുപാട് കപ്പിൾസിനെ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആട്ടോ പറഞ്ഞ കപ്പിൾസിന് പറ്റിയൊരു കിടിലൻ സ്പോട്ടാണെന്നൊക്കെ. അടുത്തതായി നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറാനായിട്ട് പോകാട്ടോ. ഈ കാണുന്ന നടപ്പാതകളും ഈ നടവഴികളും ഈ കാണുന്ന ഇരിപ്പിടങ്ങളൊക്കെ താണ്ടി വേണം നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട്. ഇവിടെ ഒരുപാട് നല്ല നല്ല ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഒരു ചെറിയ ചെക്ക് ഡാം പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഏരിയ കേട്ടോ. ഇവിടുന്ന് വെള്ളം സ്റ്റോർ ചെയ്ത് അവിടുന്ന് താഴേക്ക് ഇറങ്ങി പോകുന്ന കേട്ടോ. ഈ കാണുന്നൊരു എക്കോ ഷോപ്പാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാല് വെള്ളച്ചാട്ടവും താണ്ടിയാണ് നമ്മുടെ ഈ ഏഴാറ്റുമുഖത്തേക്ക് വെള്ളം എത്തുന്നത്. വരുന്ന വഴിയിലുള്ള എല്ലാ പാറക്കെട്ടുകളെയും തട്ടി ഉണർത്തി തല്ലിത്തലച്ച് താഴേക്ക് ഒഴുകി വരുന്ന ഈ വെള്ളച്ചാട്ടം ഏഴായി പിരിഞ്ഞ് വീണ്ടും ഏഴായി ഒന്നിക്കുന്നു എന്നതാണ് വേറൊരു സത്യം. ഇനി നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറാം. ഈ കാണുന്ന ഹാങ്ങിങ് ബ്രിഡ്ജാണ് തുമ്പൂർമുഴി ഡാമിനെയും ഏഴാറ്റുമുഖത്തെയും ഒന്നായി ചേർക്കുന്നത്. പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം താണ്ടി വരുന്ന വെള്ളം ഒഴുകി ഈ പാറക്കെട്ടുകൾ താണ്ടി താഴേക്ക് പോകുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടുന്ന് കിട്ടുന്നത്. മഴക്കാലമല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം വളരെ കുറവാണ്. നമ്മുടെ സ്വന്തം ചാലക്കുടി പുഴയുടെ കുറുകെയുള്ള തൂക്കുപാലം ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു മനോഹര കാഴ്ച നൽകുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയാട്ടോ. എറണാകുളം ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തി പങ്കിടുന്നു എന്ന പ്രത്യേകത കൂടി ഏഴാറ്റുമുഖത്തിനുണ്ട്. അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്നും 17 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തുമ്പൂർമുഴി ഡാമിൻ്റെ അടുത്തെത്താൻ സാധിക്കും. അവിടെ നിന്നും ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴാറ്റുമുഖത്തും. ഇപ്പോൾ നമ്മൾ ഏഴാറ്റുമുഖത്ത് നിന്നും ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് തുമ്പൂർമുഴിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് രണ്ട് സൈഡിൽ നിന്നും നമുക്ക് കിട്ടുന്നത്.
ഏഴാറ്റുമുഖത്ത് നമ്മൾ എടുത്ത എൻട്രി ടിക്കറ്റ് കൊണ്ട് തുമ്പൂർമുഴിയുടെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇവിടെ മറ്റൊരു എൻട്രി ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടതാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശനം. ശരിക്കും തുമ്പൂർമുഴി ഡാമിലേക്കുള്ള പ്രവേശനം ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ മെയിൻ റോഡിൽ നിന്നുമാണ്. പക്ഷേ നമ്മളിപ്പോൾ വന്നത് ഏഴാറ്റുമുഖത്ത് നിന്നായതുകൊണ്ട് തന്നെ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേറൊരു ടിക്കറ്റ് എടുത്താണ്. ഈ കാണുന്നത് വലിയൊരു ആൽമരമാണ്, ഒരുപാട് ശിഖരങ്ങളുള്ള വലിയൊരു ആൽമരം. ഇവിടെയും നമുക്ക് ഇരിക്കാനുള്ള ഒരുപാട് ഇരിപ്പിടങ്ങളും വിശ്രമിക്കാനുള്ള നല്ലൊരു തണൽ കേന്ദ്രങ്ങളും പലതും ഇവർ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഇരിപ്പിടങ്ങളാണ്. ഇവിടെ നിന്നും മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്താൻ സാധിക്കും. ഈ പോകുന്ന വഴി ഈ കാണുന്ന പാലം ക്രോസ് ചെയ്ത് വേണം നമുക്ക് എത്താനായിട്ട്. ഇതിലെയും വെള്ളം നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം ഏഴാറ്റുമുഖത്തിൻ്റെയും തുമ്പൂർമുഴിയുടെയും ഇടയ്ക്കോടെ സഞ്ചരിക്കുന്ന നമ്മുടെ സ്വന്തം ചാലക്കുടി പുഴയുടെ കാഴ്ചകളാണ്. ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും മുതിർന്നവർക്കും കളിക്കാനുള്ള പലതരത്തിലുള്ള ഊഞ്ഞാലുകളും അതുപോലെ തന്നെ റൈഡുകളും എല്ലാം ഉണ്ട്. ചാലക്കുടി പുഴയിൽ ചാലക്കുടിക്കും അതിരപ്പള്ളിക്കും ഇടയ്ക്കായാണ് തുമ്പൂർമുഴി ഡാം വരുന്നത്. 1949 നിർമ്മാണം തുടങ്ങി 1959 പണി തീർത്ത ഒരു പ്രദേശമാണ് നമ്മുടെ ഈ തുമ്പൂർമുഴി ഡാം. ഇവിടെ ജലസേചന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 2 കനാലുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളായി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്കായിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞു പിക്നിക് സ്പോട്ട് കൂടിയാണ് നമ്മുടെ ഈ തുമ്പൂർമുഴി ഡാം. നമ്മളിവിടെ വീഡിയോ എടുക്കാനാണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് കുട്ടികളെയും ടീച്ചർമാരെയുമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ടീച്ചർമാരാണെങ്കിൽ കുട്ടികളുമായി ഒത്തിരുന്ന് ഓരോരോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ ഓരോരോ കളിപ്പാട്ടങ്ങളിൽ കയറ്റിയിറക്കുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മളിവിടെ കണ്ടു. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളാണ് അവരുടെ അധ്യാപകർ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു വാച്ച് ടവറാണ്. മഴക്കാലത്ത് നമ്മുടെ ചാലക്കുടി പുഴയിലൂടെ തല്ലിത്തലച്ചു പോകുന്ന വെള്ളത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി അവർ നമുക്കായി കെട്ടിയിരിക്കുന്ന ഒരു വാച്ച് ടവർ. അതുപോലെ തന്നെ ഈ വാച്ച് ടവറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏഴാറ്റുമുഖത്തെ കാഴ്ചകളും നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജും എല്ലാം നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാനും സാധിക്കുന്ന ഒരു പ്ലേസ് കൂടിയാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് കുട്ടികളുടെ കളിസ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന പൂന്തോട്ടത്തിലേക്കുള്ള കാഴ്ചയുമായാണ്. ഈ പോകുന്ന വഴിയാണേലും നമുക്ക് മനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന കനാലിൻ്റെ സൈഡിലായിട്ട് അവർ നമുക്കായി പല ഇരിപ്പിടങ്ങളും ഒരുക്കിയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പൂത്തുലഞ്ഞു നിൽക്കുന്ന പലതരത്തിലുള്ള ചെടികളും ആ ചെടികളിൽ ഉണ്ടായിരിക്കുന്ന മനോഹരമായ പൂക്കളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഇരിപ്പിടത്തിലൊക്കെ നമുക്ക് ഇരിക്കാനും ഒരു സായം സന്ധ്യ ഇവിടെ ഇരുന്ന് ചിലവാക്കാനും പറ്റുന്ന മനോഹരമായൊരു പ്ലേസ് കൂടിയാട്ടോ നമ്മുടെ ഈ തുമ്പൂർമുഴിയിലുള്ള പൂന്തോട്ട ഗാർഡൻ. ചിത്രശലഭങ്ങളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാട്ടോ നമ്മുടെ ഈ ഗാർഡൻ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കനാൽ ക്രോസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഈ കാണുന്ന മനോഹരമായ പാലം ക്രോസ് ചെയ്ത് വേണം നമുക്ക് മെയിൻ എൻട്രൻസിൻ്റെ സൈഡിലേക്ക് എത്താൻ. അതായത് ചാലക്കുടിയിൽ നിന്നും വരുമ്പോഴുള്ള മെയിൻ എൻട്രൻസിലേക്കാണ് നമ്മളിപ്പോൾ എത്താൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്നതാണ് ജലസേചന പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാക്കിയ ആ കനാലുകൾ. ഈ കാണുന്ന ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം നമുക്ക് മെയിൻ എൻട്രൻസിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഏരിയയിൽ എത്തിച്ചേരാൻ. ഈ പടിക്കെട്ടുകൾ കയറി ഇറങ്ങി ഈ കാണുന്നതാണ് നമ്മൾ ചാലക്കുടിയിൽ നിന്ന് വരുമ്പോഴുള്ള മെയിൻ എൻട്രൻസിൻ്റെ ഫ്രണ്ടേജ് ഏരിയ. ഇവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെയും വാച്ച് ടവറിൻ്റെയും ടോയ്ലറ്റ് ഫെസിലിറ്റിയുടെയും എല്ലാത്തിൻ്റെയും ബോർഡുകളും വെച്ചിട്ടുണ്ട്. മെയിൻ എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ ഈ കാണുന്നതാണ് ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇടവും. ഈ കാണുന്നതെല്ലാം തുമ്പൂർമുഴിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ ഒരു എക്കോ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ലഘുഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്ലേസ് ആട്ടോ. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലും ഇരുന്ന് കൊടുക്കാനൊന്നും സാധിക്കില്ല കേട്ടോ. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പുറത്തുനിന്നുള്ള ആഹാരം കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി ആർക്കും കൊടുക്കരുത് എന്നൊക്കെ. ഈ കാണുന്നതൊക്കെ ഐസ്ക്രീം ഷോപ്പും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇതാട്ടോ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിലേക്കുള്ള മെയിൻ എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ ഉള്ള വ്യൂ. ഈ കാണുന്ന നടപ്പാതകൾ ഇറങ്ങി വേണ്ട നമ്മൾ ആ പാർക്കിൻ്റെ അങ്ങോട്ടും ഈ കനാലിൻ്റെ അങ്ങോട്ടൊക്കെ പോകാനായിട്ട്. ഇവിടെ എല്ലാം വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമ്മളും വലിച്ചെറിയാണ്ട് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കണം നമ്മൾ വരുന്നവർ. നമ്മളിനി സൂക്ഷിച്ചില്ലെങ്കിൽ അതിന് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്നവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടാട്ടോ ഒരു മലയാളാൻ്റെ കുഞ്ഞിനെ. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് പുള്ളി എന്തൊക്കെയൊക്കെയോ വികൃതികളൊക്കെ കാണിക്കാൻ കേട്ടോ. എന്നാലും നല്ല രസമുണ്ട് ഇവനെ കണ്ടുകൊണ്ടിരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ.